ഭാഗ്യമെഴുന്നോർകൻ ശക്തി വളർന്നവർ കണ്ടെത്തും കർത്താവിനെ യാസഹിയോനിൽ. രക്ഷകനാകും കർത്താവേ, ചായ്ക്കണമേ നിൻ ചെവിയെന്നിൽ. മുന്നിലതാ നിൻ അഭിഷിക്തൻ, നിൻമിഴി എന്നിൽ പതിയണമേ. ദുഷ്ടന്മാരുടെ കൊട്ടാര കേട്ടിൽ വസിപ്പതിനേക്കാളും ഉടയവനെ നിൻ തിരുവാതിൽ പടിയിരിപ്പതെനിക്കിഷ്ടം. കൃപയും മഹിമയുമളവിന്നെ ശരണാഗത തവ സന്നിധിയിൽ ഭാഗ്യമെഴുന്നോർ ചിരകാലം, ഭാഗ്യമെഴുന്നോർ ചിരകാലം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നിന്റെ നിത്യവസതിയും നിലനിൽക്കുന്ന കൂടാരവുമായി ഭവനത്തെ മാറ്റണമേ എന്ന് യാചിക്കുന്ന ശ്ലോസയാണ് തുടർന്ന് വരുന്നത്. ദൈവ സാന്നിധ്യം കൊടികൊള്ളുന്ന സമാഗമ കൂടാരമാണ് ബലിയർപ്പണത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും കേന്ദ്രമായ പള്ളിയെന്ന് ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേ തുടർന്നുള്ള 132-ാം സങ്കീർത്തനം ദൈവഭവന നിവാസികളുടെ സാഗോദ്ര്യവും അതിൻ്റെ മാധുര്യവും വിളിച്ചോതുന്നതാണ്. Further comes the slosa, which entreats God to make this church his eternal abode and everlasting tent. This prayer reminds us that this tent, which has the presence of God, becomes the center of confluence of sacrifice and forgiveness of sins. The Psalm 132 that comes next exalts the sweetness of the fraternity of the faithful. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസനായ മൂശ നിർമ്മിച്ച ആദ്യ കൂടാരത്തിൽ അങ്ങ് വസിച്ചതുപോലെ അങ്ങയുടെ സ്തുതിക്കായി ഞങ്ങൾ നിർമ്മിച്ച ഈ ആലയത്തിലും അങ്ങ് വസിക്കണമേ. സഹ്യോൻ ഊട്ടുശാലയിൽ സ്ത്രീകന്മാരുടെ മേൽ ആവസിച്ച അങ്ങയുടെ ആത്മാവിൻ്റെ പ്രഭയാൽ ഇതിനെയും നിറയ്ക്കണമേ. ഇവിടെ പരികരണം ചെയ്യപ്പെടുന്ന അവിടുത്തെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങൾ വഴി
അങ്ങയുടെ ദാസന്മാരുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. മിശിഹാ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. അദഹ്റോന്റെ സൈന്യം പോലെയാകുന്നു. തലയിൽ നിന്നും താടിയിലേക്കും വസ്ത്രത്തിൽ നിന്നും വിളമ്പുകളിലേക്കും ഒഴുകിയിറങ്ങുന്ന തൈലം പോലെ. സെഹിയോൻ മലയിൽ പെയ്തു വീഴുന്ന ഹെർമോനിലെ മഞ്ഞ് പോലെ അത് മനോഹരമായിരിക്കും. അവിടെ തന്റെ അനുഗ്രഹവും നിത്യജീവനും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മിശിഹാ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. മിശിഹാ സഭയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും എത്ര വിശിഷ്ടമാകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസുതന്റെ വധുവായ തിരുസഭയെ നിത്യവിശുദ്ധിയുടെ വസ്ത്രമണിയിക്കണമേ. സഭയിൽ സ്ഥാപിതമായിരിക്കുന്ന പീഠത്തിന്മേൽ അങ്ങയുടെ അരൂപിയെ നിവസിപ്പിക്കണമേ. അതിൽ നിന്ന് പുറപ്പെടുന്ന ജീവദായകമായ കൂദാശകൾ വഴി അങ്ങയുടെ വിശുദ്ധീകരണ ചിഹ്നത്താൽ മുദ്രിതമാക്കപ്പെടുന്ന വിശ്വാസികളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അങ്ങയുടെ സനാതനവും പരിശുദ്ധവുമായ സ്വർഗീയ വസതിയെ പ്രകീർത്തിക്കുന്ന വിശുദ്ധർക്ക് ദിവ്യാനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജഗണത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നേക്കും. വിശുദ്ധ ജലം തളിക്കുന്നതും ധൂപിക്കുന്നതും വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. അഭിമന്യ പിതാവ് ഇപ്പോൾ കുർബാന പീഠത്തിന്മേലും അനന്തരം അർക്കതിയാക്കോനാൽ അനുഗതനായി മദ്ബഗയുടെ വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും ചുവരിനെയും മദ്ബഗയുടെ വാതിൽക്കൽ ഉള്ള ഭിത്തിയെയും ബേസ്കസാകളെയും മാമോദിസ തൊട്ടിയെയും ശ്ലീവായെയും ദൈവാലയം മുഴുവനും പനിനീർ തളിക്കുകയും ധൂപിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഉത്ഥാനം പ്രഘോഷിക്കുന്ന കർത്താവിൻ്റെ കല്ലറയുടെ പ്രതീകമായി നിൽക്കുന്ന കുർബാന പീഠത്തിൽ നിന്ന് ശാന്തിയും സമാധാനവും തൂകണമെന്ന് ഗായക സംഘത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. Sprinkles holy water and incenses the roof on the left and right of the madbaha, and as well as the door and walls, and further the beskazas, the baptismal font, and the whole church. During this time, together with the choir, let us sing that from the altar which represents the tomb of the resurrected Christ, peace and calmness may spread. തിരുക്കർമ്മങ്ങൾ നടക്കുമ്പോൾ ദയവ് ചെയ്ത് ഔദ്യോഗിക ഫോട്ടോഗ്രാഫേഴ്സ് അല്ലാതെ മറ്റുള്ളവർ ഫോട്ടോ എടുക്കരുതെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഫോട്ടോകൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭ്യമാക്കുന്നതായിരിക്കും. ഭൂമി മുഴുവനിലും അവിടുന്ന് അത്യുന്നതനാകുന്നു.
സഭയെ കാക്കണമേ. വിശ്വാസികൾ ഞങ്ങൾ അവിടുന്ന് ആചാര്യൻ പാപവിമോചകനും വിധികർത്താവായി എത്തുമ്പോൾ പാപകടങ്ങളെ ഓർക്കരുതേ. കൺവശമാകെ അകറ്റിയിടും ബലിവസ്തുവതായി തീർന്നല്ലോ ഞങ്ങൾക്കായി സകലം കൈക്കൊണ്ടു. കനിവേറും നാഥാ മനുജർക്കേകും നിൻ ദാനം വലുതല്ലോ. മാമോദീസജലത്താലെ നിന്നാത്മാവിനെ നൽകി നിൻ തിരുവയ്യാനപ്പത്താൽ പോഷണമേകി ഞങ്ങൾക്കായി കഴുകി തിരുരക്തത്താലേ. എല്ലാ സൃഷ്ടികളും ആരാധിക്കുന്നു കർത്താവേ നിന്നെ. വാനവരെല്ലാം വാഴ്ത്തുന്നു, ഞങ്ങളും അങ്ങയെ വാഴ്ത്തുന്നു. പാപവിമോചകനരുളാനായി യാചിപ്പൂ നിൻ ദാസരികൾ. ഒരു മനസ്സാൽ പാടാം സ്തുതിഗീതം. അനുജാത്മാവേകും മുറിവാം രോഗങ്ങൾ കഴുകിയുണക്കിടുവാൻ സഭയിലയച്ചു പുരോഹിതരാം വൈദ്യഗണങ്ങൾ തിരുനാഥൻ. സാത്താൻ നൽകിയ മുറിവുകളാൽ കർത്തൃനിയോഗിൽ സുഖമാർക്കും ആത്മാവിൻ കൃപയാം ഔഷധിയാം. മാനവരക്ഷകനാ മിശിഹാ കർത്താവേ നിന്നെ വിളിച്ചിടും. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാസന്മാരിൽ കനിയണമേ. രോഗികളെ സുഖമാക്കണമേ. പീഡിതരിൽ കൃപ ചൊരിയണമേ. തുണയെന്നും ഞങ്ങൾക്കേകണമേ. ചോദിക്കുന്നോർക്കായി വരമേകുന്നോനാ കരുണാമയനേ നീ. തിരുവിരമിന്നും നിറവേറ്റാൻ തന്നിടണമേ ശക്തി സദാ. ഞങ്ങൾ ചെയ്യും കർമ്മങ്ങൾ കർത്താവിംഗിതമായിടാൻ കഴിയണമേ. നാഥാ ഞങ്ങളിൽ നീ. ദൈവാംബികയാകും കന്യാമറിയത്തിൻ പ്രാർത്ഥനയാൽ ഞങ്ങൾ പാപക്കെണികളിൽ നിന്നെന്നും സംരക്ഷിതരായി തീരട്ടെ. തിരുവിതമുന്നി വെളുത്താനും സ്തുതിഗീതങ്ങൾ പാടാനും ബലവാനാം നാഥാ നിന്നുടെ മദ്ബഹയെ ഉന്നതമാക്കി നീ. നിൻ തിരുസഭയിൽ വസിപ്പോരാം നീതിയെഴുന്ന നരന്മാരെ പൂജിതമകുടം ചൂടിച്ചു സഭയിൽ ശാന്തി വളർത്തണമേ. കവചനമാം സഭയെ കാക്കണമേ. വിശ്വാസികൾ ഞങ്ങൾ അവിടുന്ന് ആചാര്യൻ പാപവിമോചകനും വിധികർത്താവായി എത്തുമ്പോൾ പാപകടങ്ങളെ ഓർക്കരുതേ. കൺവശമാകെ അകറ്റിയിടും ബലിവസ്തുവതായി തീർന്നല്ലോ ഞങ്ങൾക്കായി സകലം കൈക്കൊണ്ടു. കനിവേറും നാഥാ മനുജർക്കേകും നിൻ ദാനം വലുതല്ലോ. മാമോദീസജലത്താലെ നിന്നാത്മാവിനെ നൽകി നീ. നിൻ തിരുവയ്യാനപ്പത്താൽ പോഷണമേകി ഞങ്ങൾക്കായി കഴുകി നീ തിരുരക്തത്താലേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ലഘുമാരാത് കൊല്ല മൗനേവൻ ഉള്ളീശോ വിശിഹ ശബരീരും ആദന്തു ലഘുമാരാത് പാകരാ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
ആലാഹ കന്ദീശ ഹൈസന കന്ദീശാലമായോസ യസരാഹം ആലേ ജ്ഞാനം വാലം നാലും നാലും ആമീൻ ആമീൻ കന്ദീശ ആലാഹ കന്ദീശ ഹൈസല കന്ദീശാലമായോസ യസരാഹം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന.